ക്ലയൻറ്റിൻ്റെ ആവശ്യം ഡൈനിങ്ങിൻ്റെ സ്പേസ് കൂട്ടുക, അതുപോലെ കിച്ചണിൻ്റെ സ്പേസ് കൂട്ടുക. 50 വർഷം പഴക്കമുള്ള സ്ട്രക്ചറിനെയാണ് ഞങ്ങൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ഞങ്ങളൊരു സ്റ്റീലിൻ്റെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ആ ഫ്രെയിമിലാണ് നമ്മൾ ഈ ഗ്രാനൈറ്റിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. പഴയ കിച്ചൺ എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങിയ കിച്ചൺ ആയിരുന്നു. നമ്മുടെ സ്പേസ് കൂടിയ പോലെ തോന്നുന്നുണ്ട്. ഹാപ്പി ആണല്ലോ അല്ലേ? ഹാപ്പിയാണ്. ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ കണ്ണമൂല എന്നൊരു സ്ഥലത്താണ്. അവിടെ ഞാനൊരു 50 വർഷം പഴക്കമുള്ള ഒരു വീടിനെ റെനോവേറ്റ് ചെയ്തിട്ട് 1 വർഷമായി. ഇപ്പൊ ഞങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. എല്ലാവരുടെയും മനസ്സിലൊരു 50 ഇയേഴ്സ് പഴക്കമുള്ള ഒരു വീടിനെ റെനോവേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഫൗണ്ടേഷൻ സ്ട്രോങ് ആണോ, വിൻഡോസ്, കിച്ചൺ ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ. 50 വർഷം പഴക്കം ഉണ്ടെങ്കിൽ മിനിമം വീട്ടിനകത്ത് ലീക്ക്, പഴയ ബാത്റൂം, പഴയ പ്ലംബിംഗ്, പഴയ ഇലക്ട്രിക്കൽ ഇഷ്യൂസ്, ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. പഴയ കാലത്തൊക്കെ ഒരു വീടിന്റെ ഫ്ലോർ ഇതുപോലെ റെഡ് ഓക്സൈഡ് പെയിന്റ് ഒക്കെ ചെയ്ത ഒരു വീടൊക്കെ ഞങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്തേക്കുക. ഇത്രയും ഏരിയ മാത്രമാണ് ഈ വീടിന്റെ ഒരു പഴയ ലുക്ക് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് വീടിന്റെ ഫ്രണ്ട് വശമാണ്. ഇത് ഞങ്ങൾക്കൊരു പഴയ ഓർമ്മയ്ക്ക് വേണ്ടി, കസ്റ്റമറിന് ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്തേക്കുക. ഇവിടെ ഞങ്ങൾ ടൈലൊന്നും ഒട്ടിച്ചിട്ടില്ല. പഴയ സ്വിച്ച് ബോർഡ് ഇത് ഞങ്ങൾ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി അകത്തുള്ള എല്ലാ സ്വിച്ച് ബോർഡ്സും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പഴയത് തന്നെ കീപ്പ് ചെയ്തേക്കുന്നത്. ഇവിടെ തൊട്ടാണ് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വീടിന്റെ ചെറിയൊരു കോറിഡോറാണ്. ഈ കോറിഡോറിൽ നിന്ന് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും 2 ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഞങ്ങൾ ടൈൽ ഫിക്സ് ചെയ്തു. നമ്മൾ ഈ ഫ്ലോർ ഒന്നും ജസ്റ്റ് സ്ക്രബ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ബിക്കോസ് റെഡ് ഓക്സൈഡ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ജസ്റ്റ് സ്ക്രബ് ചെയ്താൽ മതി. ബിക്കോസ് സിമെന്റ് ആണ്, സിമെന്റിന്റെ മേളിലാണ് റെഡ് ഓക്സൈഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. കുറച്ച് ആസിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ആസിഡ് എന്തിനാ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഈ പെയിന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ എവിടെ ടൈല് ഫ്ലോറിന്റെ മുകളിലോ സിമെന്റിന്റെ മുകളിലോ ടൈലിന്റെ മുകളിലോ എവിടെ ടൈൽ ഫിക്സ് ചെയ്താലും പേസർ ഇട്ട് തന്നെ ചെയ്തു പോകണം. എന്തെങ്കിലും കാരണവശാൽ ഈ ഫ്ലോർ ഒന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇത് മാറേണ്ടി വന്നാൽ നമുക്ക് ഈസി ആയിട്ട് മാറാൻ പറ്റും. മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ എക്സ്പാൻഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടൈല് ഫിക്സ് ചെയ്യുമ്പം 3mm ഓർ 2mm സ്പേസർ വെച്ച് നമ്മൾ എപ്പോക്സിക്ക് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് ചെയ്യുവാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. പഴയ കാലത്തുള്ള വീടൊക്കെ ആകുമ്പം ഫ്ലോറൊക്കെ ചിലപ്പോൾ അൺഈവൻ ആയിരിക്കും. അവിടെയൊക്കെ കൊണ്ടുപോയി കൂടുതൽ ടൈൽ അഡസീവ് മാക്സിമം ആഡ് ചെയ്യാതെ ആ ഫ്ലോർ ഒന്ന് ലെവൽ ചെയ്യണം. അല്ലെങ്കിൽ ലെവൽ ചെയ്യാതെ ഈ ടൈൽ അഡസീവ് മാത്രം നമ്മൾ ആഡ് ഓൺ ചെയ്ത് ചെയ്യുവാണെങ്കിൽ അത്രയും സുഖകരമായ കാര്യമല്ല. പക്ഷേ നമ്മൾ എപ്പോഴും ടൈൽ ഫിക്സ് ചെയ്യുമ്പം ഫ്ലോർ എപ്പോഴും എല്ലാ ഫ്ലോറും കറക്റ്റ് 0 ലെവലാണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറയിൽ മൊസൈക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ബാത്റൂം ചെയ്തിരുന്നത്. ഇന്ത്യൻ ക്ലോസറ്റൊക്കെ ആയിരുന്നു. ഇത് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റൊക്കെ മാറ്റി ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 50 വർഷമായാലും 60 വർഷമാണെങ്കിലും നമ്മുടെ ബാത്റൂം ഇങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഫ്ലോറൊക്കെ നമ്മൾ മൊത്തവും പൊളിച്ചിട്ട് അതിനകത്തുള്ള കോൺക്രീറ്റ് ഉൾപ്പെടെ മാറ്റിയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വോൾട്ടയിൽ പഴയ കുമ്മായൊക്കെ ആയിരുന്നു. അതിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് പ്രോപ്പറായിട്ട് പ്ലാസ്റ്റർ ചെയ്തിട്ട് പിന്നാണ് ഈ ടൈലെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ലിവിങ്, കിച്ചൺ, ഡൈനിങ് ഇവിടെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മേജറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് ഇതിനകത്തോട് കയറുമ്പോൾ നേരത്തെ ഞങ്ങൾ വരുമ്പോൾ ഭയങ്കര ഉഷ്ണമൊക്കെ ആയിരുന്നു, കാറ്റും ഒന്നും കിട്ടത്തില്ലായിരുന്നു, ഭയങ്കര ആവിയായിരുന്നു, പഴയ കിച്ചണായിരുന്നു. അപ്പം ഇതെല്ലാം ഒന്ന് മാറ്റി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം. ഇവിടെ ഒരു വാൾ ഉണ്ടായിരുന്നു. ഈ വാളിനെ നമ്മൾ ഡിമോളിഷ് ചെയ്ത് കളഞ്ഞു. കാരണം ഈ ഡൈനിങ് റൂം വളരെ ചെറുതായിരുന്നു. ഇവിടെ ക്ലയൻറ്റിൻ്റെ ആവശ്യം ഡൈനിങ്ങിൻ്റെ സ്പേസ് കൂട്ടുക, അതുപോലെ കിച്ചണിൻ്റെ സ്പേസ് കൂട്ടുക, പഴയ സ്റ്റോറൊക്കെ ആയിരുന്നു ഇവിടെ. ഇതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തു. 50 വർഷം പഴക്കമുള്ള സ്ട്രക്ചറിനെയാണ് ഞങ്ങൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. പുതിയ ഗ്രാനൈറ്റ് എല്ലാം ഫിക്സ് ചെയ്തു, പുതിയ കിച്ചണൊക്കെ ഫിക്സ് ചെയ്തു, വാഷിംഗ് മെഷീനൊക്കെ ഏരിയ പ്രത്യേക സ്ഥല സ്പേസ് ഒക്കെ നമ്മൾ കണ്ടെത്തി, ഒരു സ്റ്റോർ റൂം പ്രത്യേകം മാറ്റി. കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കിച്ചണിൻ്റെ ഫ്ലോറും നമ്മുടെ കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെ കളറെല്ലാം ഒരേ ലെവലിലാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ആ സമയത്തുള്ള ഡൈനിങ് ടേബിൾ ആയിരുന്നു ഇത്. ഞങ്ങൾ ഓപ്പൺ ചെയ്തപ്പം അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു വാഷ് കൗണ്ടറും ഫിക്സ് ചെയ്തു. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പം നല്ല ഉഷ്ണമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ അതിൻ്റെ ക്രോസ് വെന്റിലേഷൻ എല്ലാം കറക്റ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ നമുക്ക് ഫാൻ ഇല്ലാതെ തന്നെ നമുക്കിവിടെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഈ ക്രോസ് വെന്റിലേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളെപ്പോഴും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ സെൻട്രൽ ലൈനിലുള്ള ഒരു വിൻഡോയും ഡോറോ ഓർ വിൻഡോയോ ക്രോസ് വെന്റിലേഷൻ ലെവലിൽ നമ്മൾ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് ഒരു കാരണവശാലും ആവി വരത്തില്ല, നല്ല ഒരു കൂളിംഗ് കിട്ടും, ഫാൻ ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റും. ഈ കിച്ചൺ ആക്ച്വലി ചെയ്തേക്കുന്ന അലൂമിനിയമാണ്. ലോഫ്റ്റും സെൻറ്ററും ബോട്ടവും അലൂമിനിയം ചെയ്തേക്കുന്നത്. സാധാരണ രീതിയിൽ സ്ലാബ് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലാണ് അലൂമിനിയം കിച്ചൺ ചെയ്യുന്നത്. ഇതങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ഞങ്ങളൊരു ഫ്രെയിം ചെയ്തിട്ടുണ്ട്, ഒരു ആംഗ്ലെയറിൻ്റെ ഒരു സ്റ്റീലിൻ്റെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ആ ഫ്രെയിമിലാണ് നമ്മൾ ഈ ഗ്രാനൈറ്റിനെ ഹോൾഡ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് അതിന് പ്രത്യേകിച്ചൊരു സ്ലാബൊന്നും കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഏതാണ്ട് ഇപ്പോൾ ഒരു 1 ഇയറായി, വേറെ ഡാമേജോ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. 40 വർഷം 50 വർഷം പഴക്കമുള്ള കിച്ചൺ ആണെങ്കിലും നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാം. ഇത് വലിയ എക്സ്പെൻസീവ് അല്ല, പക്ഷെ നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഈ വീട്ടിൽ നേരത്തെ ഈ ഒരു ഭാഗമായിരുന്നു പഴയ ഡൈനിങ് ഉണ്ടായിരുന്നത്. ഇവിടെ
അവിടെയാണ് ഞങ്ങളിപ്പോൾ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിവിങ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ടൊരു TV യൂണിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഡൈനിങ് ടേബിളും പുതിയ ഡൈനിങ് ഏരിയയും കിച്ചണും ചെയ്തിരിക്കുന്നത്. നമ്മളൊരു വീട് ഇനി കൺസ്ട്രക്ട് ചെയ്യുമ്പം നമ്മുടെ ലിവിങ്ങും ഡൈനിങ് കിച്ചൺ എല്ലാം അടുത്തടുത്താണെങ്കിൽ മൂവ്മെൻറ്റ് ഫാസ്റ്റ് ആയിരിക്കും. മാക്സിമം ഓപ്പൺ സ്പേസ് കൂളിട്ടേക്കുക. ഓപ്പൺ സ്പേസ് കൂളിടുകയാണെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റും ഫാസ്റ്റ് ആയിരിക്കും. ഇത് നേരത്തെ ഇവിടെ ചിമിനിയായിരുന്നു, പഴയ ചിമിനിയായിരുന്നു. അതിനെയൊക്കെ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിനെ റീഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നേരത്തെ വീതി കൂടിയ ഭാഗങ്ങളൊക്കെ ആയിരുന്നു, അതിനെല്ലാം ഡിമോളിഷ് ചെയ്തു. ഇതെല്ലാം ചെയ്യാൻ പറ്റും. എല്ലാ വീടും 50 വർഷമായാലും 60 വർഷം കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ നമുക്ക് വളരെ ചിലവ് ചുരുക്കി തന്നെ നമ്മുടെ വീടിനെ വീണ്ടും ഒരു 50 വർഷത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരിക്കലും ആ വീടിനെ പൊളിച്ചിട്ട് നമുക്കൊരു പുതിയ കൺസ്ട്രക്ഷനിലോട്ട് പോകേണ്ട കാര്യമില്ല. ഓരോ വർഷം പഴക്കമുള്ള വീടിനെ ആ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. സാധാരണ എല്ലാ വീട്ടിലെയും സ്ലൈഡിങ് ഗേറ്റ് കുറച്ച് ടഫായിരിക്കും നമുക്ക് സ്ലൈഡ് ചെയ്യാനായിട്ട്. അതേ സെയിം ഗേറ്റ് ആണ്, നമ്മൾ ഗേറ്റ് ഒന്നും മാറിയിട്ടില്ല. ഗേറ്റിന്റെ ബോട്ടം ലെവലുള്ള കുറച്ച് മെറ്റീരിയൽസ് മാത്രമേ മാറിയിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരിക്കലും ഡസ്റ്റോ അങ്ങനെ ഒന്നും ഇരിക്കത്തില്ല. ആ ഒരു രീതിയിലാണ് ഈ ഗേറ്റിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ചുമ്മാ പുള്ളി ചെയ്താൽ മതി, ഫ്രീ ആയിട്ട് അങ്ങ് പൊയ്ക്കോളൂ. ഇവിടെ ഞങ്ങൾ ഈ വീടിൻ്റെ 4 ചുറ്റും കംപ്ലീറ്റ് ഇൻ്റർലോക്കൊക്കെ ഇട്ടാണ് ഇത് വർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ എല്ലാം കുഴിയും ഒക്കെ ആയിരുന്നു, ഇതെല്ലാം ക്ലിയർ ചെയ്തു. ഈ വീട്ടിൽ ലീക്കിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയാണ് ലീക്ക് അറസ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചു. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ടെറസിലാണ്. പണ്ട് കാലത്ത് വീട് കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് അടിയിൽ മണലിട്ടിട്ട് ഓട് വെച്ച് ലേ ചെയ്യും, കാരണം അകത്തോട്ട് തണുപ്പ് കിട്ടാൻ വേണ്ടി. അങ്ങനെ ഈ ഗ്യാപ്പിന്റെ ഇടയ്ക്കൂടെ എല്ലാം നമ്മുടെ വീട്ടിനകത്ത് ലീക്കിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ആ ലീക്കിന്റെ ഇഷ്യൂ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞു, ഒരു പ്രോബ്ലം ഇല്ല, ക്ലയന്റ് ഹാപ്പിയാണ്. നമുക്കും ഇതുപോലുള്ള എന്തെങ്കിലും ലീക്കിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ റെക്ടിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും അല്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അമ്മയുണ്ട്, സാറിൻ്റെ വൈഫുണ്ട്. വൈഫിൻ്റെ പേര് ഷബ്ന എന്നാണ്. മാഡം വർക്ക് ചെയ്യുന്ന ജനറൽ ഹോസ്പിറ്റലാണ്. സാർ വർക്ക് ചെയ്യുന്ന ടെക്നോ പാർക്കിൽ IT സെക്ടറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കളുണ്ട്, അതിലെ മൂത്ത ആളാണ് ഇയാൾ. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളും ആക്ച്വലി ഈ ഫാമിലി തന്നെയാണ് ഞങ്ങളും ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഫ്രീഡമാണ് ഞങ്ങൾക്ക് ഇവിടെ. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വരാനും പോകാനും സംസാരിക്കാനൊക്കെ വളരെ ഫ്രീഡമാണ്. പക്ഷേ ഞാൻ ആദ്യം വന്ന സമയത്ത് ഇത്രയും ഫ്രീഡം ഇല്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഫ്രീഡം ഉണ്ട്. 1 വർഷം മുമ്പാണല്ലോ ഞാനിവിടെ സാർ എന്നെ വിളിച്ചിട്ടുള്ളത് ഇത് വീട് റിനോവേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഈ വീട് റിനോവേഷൻ ചെയ്യാനായിട്ട് സാറ് പ്ലാൻ ചെയ്ത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഇത്രയും വർഷം പഴക്കമുള്ള വീട് നമുക്ക് റിനോവേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സാർ? തീർച്ചയായും. കാരണം എന്ന് വെച്ചാൽ ഈ വീടിന് അറൗണ്ട് ഒരു 55 ഇയേഴ്സ് പഴക്കമുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ഫസ്റ്റ് കൺസേൺ അതായിരുന്നു, ഇത് ഡെമോളിഷ് ചെയ്തിട്ട് പുതിയ വീട് വെക്കണോ. പിന്നെ കോസ്റ്റ് ഒരു കൺസേൺ ആയിരുന്നു. അതെ അതെ. അപ്പോൾ ഞാനത് ഒരു 6 മന്ത്സോളം ഞാനതിൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബിൽഡേഴ്സിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റിനോവേറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാം, ബിക്കോസ് ഇത് ഒരു പഴയ കൺസ്ട്രക്ഷനാണ്. ഇതിനകത്തുള്ള കൺസേൺ എന്താ വെച്ചാൽ റൂമൊക്കെ കുറച്ച് ചെറുതായിരുന്നു, ബട്ട് ഇതിൻ്റെ ബേസ്മെൻറ്റും ഇതെല്ലാം നല്ല സ്ട്രോങ് ആയിരുന്നു എന്നുള്ളൊരു അത് പല ബിൽഡേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനത് നെറ്റ് വഴി നോക്കിയപ്പോൾ ആബ്സൺ ബിൽഡേഴ്സിൻ്റെ ഇത് കണ്ടായിരുന്നു. നല്ല റേറ്റിംഗ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ മനോജിനെ കോൺടാക്ട് ചെയ്തത്. കോൺടാക്ട് ചെയ്തു, പിറ്റേന്ന് തന്നെ ഇവിടെ വന്നു. അപ്പം മനോജ് തന്നെ ഇങ്ങോട്ട് ഇതിനെ സജസ്റ്റ് ചെയ്തേ, ബിക്കോസ് ഇത് പഴയ വീടാണെങ്കിലും ഇതിനകത്ത് ശരിക്കും ഓപ്പൺ ഏരിയ ഉണ്ട്. ബട്ട് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഒരു റെനോവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. റെനോവേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ലിവിങ് ഏരിയയാണ്. എത്ര പേർക്ക് ഇവിടെ നിൽക്കാനും എല്ലാവരും ഹാപ്പിയാണ്. നേരത്തെ ഇതിനകത്ത് എയർ സർക്കുലേഷൻ വളരെ കുറവായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ അഡീഷണൽ ഇവിടെ വിൻഡോസ് കൊടുത്തതിന് ശേഷം എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ബേസിക്കലി ഒരു വീട് റെനോവേറ്റ് ചെയ്യുമ്പോഴും ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും ഡ്രോയിങ് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പം നമ്മൾ ഇന്ന് കൺസ്ട്രക്ട് ചെയ്യുമ്പം അന്ന് കൊച്ചു കുട്ടികളായിരിക്കും, അത് 10 വർഷം കഴിയുമ്പോൾ അത് കുറച്ച് വലിയ കുട്ടികളാവും. നമ്മൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ഡ്രോയിങ്ങിലോട്ട് പോകും. ഡ്രോയിങ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്തിട്ടേ നമ്മൾ ഡ്രോയിങ്ങിലോട്ട് പോകാവൂ. വെറുതെ എന്തെങ്കിലും വരച്ച് വെച്ചിട്ട് കാര്യമില്ല. ഡ്രോയിങ് ചെയ്യുമ്പം പ്രോപ്പറായിട്ട് ഒരു വീട്ടിലെ ആൾക്കാർ എങ്ങനെ അവരെന്ത് പഠിക്കുന്നു, അവരുടെ ഇഷ്ടങ്ങൾ, അവിടെ വർക്ക് ചെയ്യുന്ന ആളുടെ ടൈമിങ് എങ്ങനെ, ഇതെല്ലാം മനസ്സിലാക്കണം. ഫുൾ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യണം. ആ സ്റ്റഡി ചെയ്തിട്ട് വേണം നമ്മൾ ഡ്രോയിങ്ങിലോട്ട് പോകാനായിട്ട്. വരാൻ പോകുന്ന തലമുറകൾക്കും ഒരു ഫാമിലിയായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടാകും. നമ്മളെല്ലാം അടഞ്ഞു മുറി കിടന്നു കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും പറ്റത്തില്ല. ഇപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, നമ്മുടെ ഫാമിലിയായിട്ട് മുമ്പോട്ട് പോകാനും പറ്റും. കുറച്ച് വലിയ റൂമും വലിയ ഏരിയയൊക്കെ ആണെങ്കിൽ. അപ്പോൾ എനിക്ക് മാഡത്തിനോട് ചോദിക്കാനുള്ളത്, മാഡം ആണല്ലോ ഇത്രയും 10-30 വർഷമായിട്ട് കിച്ചൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
അപ്പോൾ ഇപ്പോഴത്തെ കിച്ചണും നേരത്തെയുള്ള കിച്ചണും മാഡത്തെ എന്ത് റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? ഇപ്പോഴത്തെ കംഫർട്ടബിൾ ആയിട്ടുള്ള നേരത്തെ ഉള്ള കിച്ചണും ഇപ്പോഴത്തെ കിച്ചണായിട്ട് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പഴയ കിച്ചൺ എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങിയ കിച്ചണായിരുന്നു. അതെ അതെ. കുറച്ചും കൂടെ സ്പേസ് കൂടിയ പോലെ തോന്നുന്നുണ്ട് ഇപ്പൊ. അതെ അതെ. കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ കറക്റ്റ് ഇരുന്ന് നമുക്ക് ചൂടോടെ കൊടുക്കാനും പറ്റും. മാത്രമല്ല കുട്ടികളുമായിട്ട് സംസാരിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ അതെ. മറ്റേതാകുമ്പോൾ അതില്ല, കുട്ടികൾക്ക് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ പിന്നെ കിച്ചണിലോട്ട് പോകണം. അതെ. കാണാനുള്ള ഒരു എന്തൊക്കെയാ ചെയ്യുന്നത് കാണാനുള്ള ഒരു ഇതില്ല. കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു വളരെ വാല്യുബിൾ പോയിന്റ് ആണ്. നമ്മളെപ്പോഴും കുക്ക് ചെയ്യുമ്പം ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നമുക്കപ്പോൾ അത് നല്ല ചൂടോടെ ആഹാരം കഴിക്കാൻ പറ്റും. നമ്മുടെ കിച്ചൺ ഒരിടത്തും ഡൈനിങ് വേറൊരു സ്ഥലത്താകുമ്പോഴത്തേക്ക് നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡ് നമ്മൾ ഇങ്ങി വരുമ്പോഴത്തേക്ക് അത് തന്നെ ഒരു 2-3 മിനിറ്റ് തന്നെ താമസിക്കും. അപ്പം പിന്നെ കുട്ടികളൊക്കെ വന്ന് തണുപ്പ് അത് ഓൾറെഡി ചെയ്യുന്ന ഫുഡൊക്കെ തണുത്ത് പോകും. കുക്കിംഗ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഭയങ്കര എന്താ പറയുന്നത്, അച്ഛനും അമ്മയും കാണാൻ പറ്റുന്നില്ല, രണ്ടുപേരും വർക്കിംഗ് ആണ്, പിന്നെ അവർക്ക് പഠിക്കാനുണ്ട്. ഇതാകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു കിച്ചണിൻ്റെ സൈഡിൽ തന്നെ ഡൈനിങ് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-3 hours എങ്കിലും നമുക്ക് ഈ കഴിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനും പറ്റും. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം ഇതായിരുന്നു, നമ്മളിവിടെ കിച്ചൺ റെനോവേറ്റ് ചെയ്തു, അലുമിനിയം കബോർഡ്സ് കൊണ്ടുവന്ന് ഒരുപാട് സ്പേസ് ഉണ്ട്. താഴെയാലും ഇപ്പം മുകളിലായാലും ഒത്തിരി സ്പേസ് ഉണ്ട്. നമുക്ക് പാത്രം വയ്ക്കാൻ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പം നേരത്തെ നമുക്കൊരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു ഇവിടെ, അത്യാവശ്യം ഇച്ചിരി വലിയ സ്റ്റോർ റൂം ആയിരുന്നു. ബിക്കോസ് ഇത് പഴയ വീടായതുകൊണ്ട് പഴയ വീട്ടിലൊക്കെ ഒരു കിച്ചൻ്റെ കൂടെ തന്നെ സ്റ്റോർ റൂം കാണുമല്ലോ. നമുക്കിപ്പം എന്തെങ്കിലും സാധനങ്ങൾ പലവ്യഞ്ജനങ്ങൾ ഇങ്ങനെ വെക്കാനായിട്ട് തന്നെ. മനോജ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ റൂം ഡെമോളിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഏരിയ കൂട്ടാം. അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു വാഷ് ഏരിയയോ വേറെ എന്തെങ്കിലും ആയിട്ട് ഇവിടെ എടുക്കാമെന്ന് പറഞ്ഞു. ബട്ട് എനിക്കതിൽ ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റോർ റൂം ഒന്ന് റീറ്റെയിൻ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മനോജ് അതിൽ പറഞ്ഞൊരു സൊല്യൂഷനാണ് ഇപ്പോൾ സ്റ്റോർ റൂമിൻ്റെ സൈസ് കുറച്ചു. സ്റ്റോർ റൂമിൻ്റെ സൈസ് കുറച്ചിട്ട് ഇപ്പോൾ അവിടെയാണ് ഇപ്പം അതിൻ്റെ ഒരു പാർട്ടിലാണ് ഇപ്പം നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നത്. അവിടെ നമുക്കൊരു ക്രോസ് വെന്റിലേഷൻ ഒരു വിൻഡോ പോലെ വെക്കാനും പറ്റി. ബട്ട് നമുക്ക് സ്റ്റോർ റൂം സൈസ് കുറഞ്ഞിട്ട് ഏരിയ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പലവ്യഞ്ജനങ്ങളായാലും എന്തെങ്കിലും യൂട്ടിലിറ്റി ബാക്കി എന്തെങ്കിലും ചെറിയ ഹാർഡ്വെയർ ടൂൾസ് എന്തെങ്കിലും വെക്കാനായിട്ടുള്ള സ്പേസ് നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. എനിക്ക് അത് റീറ്റെയിൻ ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റി. അമ്മയ്ക്ക് ഇപ്പോൾ എന്തായാലും സാറിനെയും മാഡത്തിനെയും കാട്ടിയും കുറേ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇതുപോലെ പല വീടുകളും ചെയ്തിട്ടുണ്ടാവുമല്ലോ നേരത്തേക്ക്. അപ്പം എന്താ അമ്മയുടെ അഭിപ്രായം എന്തായിരുന്നു? ഇപ്പം എങ്ങനെ ഉണ്ട്, നേരത്തെ എങ്ങനെയാണ്, എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? വലിയ സന്തോഷമുണ്ട്. സ്കൂള് തുറക്കുന്ന സമയമാകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു. ആ കറക്റ്റ് ടൈമിൽ തന്നെ അവരത് കംപ്ലീറ്റ് ചെയ്ത് തന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മൾ ബുദ്ധിമുട്ടി പോകും, അല്ലെങ്കിൽ വീണ്ടും റെൻറ്റിന് വേറെ വീടെടുത്ത് നിന്ന് പിന്നെ അവിടുന്ന് സ്കൂളിലോട്ട് മാറ്റി, അപ്പോൾ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാവുമായിരുന്നു. അപ്പം ഭാഗ്യത്തിന് ഒരു കംപ്ലീറ്റ് ചെയ്ത് തന്നു. നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പം നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിക്കും. ടൈലിനെ കുറിച്ച് സംസാരിക്കും, വർക്കിനെ കുറിച്ച് സംസാരിക്കും, ഡ്രോയിങ്ങിനെ കുറിച്ച് സംസാരിക്കും, എസ്റ്റിമേറ്റിനെ കുറിച്ച് സംസാരിക്കും. ഇതെല്ലാം നമ്മൾ സംസാരിക്കും. പക്ഷേ ഇത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ മാറ്റങ്ങൾ വരും. ചിലപ്പോൾ എസ്റ്റിമേറ്റിൽ മാറ്റം വരും, സെലക്ഷൻ മാറ്റം വരും, സംശയങ്ങൾ വരും, കുറേ ഡൗട്ട്സ് വരും. എന്ത് കാര്യം ഡിസിഷൻ ഫാസ്റ്റായിരുന്നു. കാരണം അതുപോലെ ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അപ്പം 2 കാര്യമുണ്ട്. ഒന്ന്, സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്കൊരു ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായമോ അല്ലെങ്കിൽ ക്ലയൻറ്റിന് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് അത് ഫിനിഷ് ആവും. അപ്പോൾ നമുക്ക് ഈ വർക്ക് അറേഞ്ച് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമുക്കൊരു 24 hours 48 hours ഒക്കെ ഡിലേ ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മറ്റുള്ള വർക്കുകൾ ബാക്കിയെല്ലാം അതിനകത്ത് ബാധിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഈ വീടിൻ്റെ വർക്കൊക്കെ ചെയ്യും. മാത്രമല്ല ഈ 2 പേരും ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെയും കൂടെ വെച്ചാൽ നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പം എന്തെങ്കിലും ഡിസിഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമയത്തിന് മുന്നേ 100% ആംസൺ വർക്ക് ചെയ്ത് തന്നിരിക്കും. നല്ല വീടാണ്. എനിക്ക് മുമ്പത്തെക്കാളും നല്ല ഇഷ്ടപ്പെട്ടു. കളിക്കാനും സ്ഥലവും കൂടി പുറത്ത്, പിന്നെ നല്ല സ്പേഷ്യസ് ഒക്കെ ആയി. ഹാപ്പി ആണല്ലോ അല്ലേ? ഹാപ്പിയാണ്. എല്ലാ വീടും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടും പ്ലാൻ ചെയ്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ ക്ലയൻറ്റുമായിട്ട് നല്ലൊരു ഗുഡ് റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോഴും നല്ല ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ മാത്രം ഉപയോഗിക്കുക. ചെയ്യുന്ന വർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. അതിനകത്ത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക. വർക്ക് ചെയ്യുന്ന സമയത്തും കൂടുതലും വർക്കിലോട്ട് ഫോക്കസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു നല്ലൊരു വീട്, നമുക്കൊരു നല്ലൊരു വർക്ക് നമുക്ക് ക്ലയൻറ്റിന് കൊടുക്കാൻ സാധിക്കും.